ഇന്ന് വീണ്ടും ഒരു റെസിപ്പി വീഡിയോ ആയിട്ടോ വന്നുള്ളത്. കാരണം ഇതെന്താന്ന് മനസ്സിലായില്ലേ, മഷ്റൂം വീട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കിയ മഷ്റൂം ആട്ടോ. അത് വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു താത്ത ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഓല് കുറച്ച് തന്നതാണേ. അപ്പം ഞാനിത് ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത്. ഞാൻ വെക്കുന്ന ആ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് ആ ഒരു ഫോളോ ചെയ്ത് വെച്ച് നോക്കിട്ടോ. ഇതിവിടെ താത്ത സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഫസ്റ്റ് ടൈം ഉണ്ടായത് എല്ലാവർക്കും ഒന്ന് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഫ്രീ ആയിട്ട് തന്നതിൽ പെട്ടതാട്ടോ ഇതും. അങ്ങനെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, എത്ര ഐറ്റംസ് വേണം കേട്ടോ. അങ്ങനെ ഇത് നമുക്ക് തയ്യാറാക്കി ആദ്യം അടി കട്ടിയുള്ള ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതക്കിയതും പിന്നെ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് വലിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടോ. അത് നല്ലതുപോലെ മിക്സായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർക്കാം. കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ഗരം മസാല, ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീനാക്കി മാറ്റി വെച്ച നമ്മളെ ഈ മഷ്റൂം ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യേ. ആ മഷ്റൂം അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് അടിച്ചു വെക്കുന്ന സമയത്ത് അതിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ. നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലേ. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ വെക്കുന്ന ആ ഒരു സ്റ്റൈലും നമുക്ക് വെക്കട്ടോ. പിന്നെ ആണെങ്കിൽ ഇത് വെക്കുമ്പോൾ ഓവറായിട്ട് മസാല കാര്യങ്ങൾ ഇടാത്തതാട്ടോ നല്ലത്. ഓവർ മസാലയും കാര്യങ്ങളും ഇട്ടാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോട്ടോ. അങ്ങനെ തീരെ വെള്ളമൊന്നും ഒഴിക്കാതെ നല്ലതുപോലെ എന്താ പറയുക ഒന്ന് കുക്കായി വരുന്നുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയും അതേപോലെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പി ആട്ടോ. അപ്പോൾ മഷ്റൂം കിട്ടിയ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. മഷ്റൂം വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാണ്ടിട്ടോ. അപ്പോൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്.